ഹലോ ഗായ്സ്, വെൽക്കം ടു AnzysViews. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം OnePlusൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ OnePlus 60 എന്നുള്ള ഫോണാണ്. അത് ഈ കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല നവംബർ 1-ന് നമുക്ക് അത് ആമസോൺ വഴി വിൽപ്പനക്കും വന്നു. ഞാൻ ആദ്യത്തെ സെയിലിൽ തന്നെ, അതായത് നവംബർ 1-ന് നടന്ന സെയിലിൽ തന്നെ ആമസോണിൽ നിന്ന് ഈ OnePlus 60 എന്നുള്ള ഫോൺ വാങ്ങുകയുണ്ടായി. ഈ OnePlus 60 എന്നുള്ള ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ, അതേപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ OnePlusൻ്റെ ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, OnePlus കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഇതിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്. OnePlusൻ്റെ ലോഗോ കാണാൻ സാധിക്കും. ഓക്കെ, ഈ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മിറർ ബ്ലാക്ക് വേർഷനാണിത്. അതേപോലെ തന്നെ 128 GB ഇൻറ്റേൺ മെമ്മറി ഉള്ള വേർഷനാണ്, 6 GB RAM ഉള്ള വേർഷനാണ്. പിന്നെ ഇതിലെ സാർ വാല്യൂ 1.28 ആണ് ഹെഡിന് വരുന്നത്. 1.6 ആണ് ലിമിറ്റ്, അതിനേക്കാളും താഴെയാണ് സാർ വാല്യൂ. പിന്നെ 0.871 ആണ് ബോഡി സാർ വാല്യൂ വരുന്നത്. ഓക്കെ, പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കിത് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ OnePlus 60 എന്നുള്ള ഡിവൈസ് കാണാൻ സാധിക്കും. നമുക്കതൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ OnePlus 60 നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്കൊരു ക്ലിയർ സോഫ്റ്റ് കേസാണ്. അത്രത്തോളം 100% ട്രാൻസ്പാരൻ്റ് അല്ല, എന്നൊരു ഡാർക്ക് കളറുള്ള ട്രാൻസ്പാരൻ്റ് കേസാണ്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കുറച്ച് OnePlusൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് സിം ഇജക്ടർ ടൂൾ കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് കുറച്ച് യൂസർ മാനുവലും അതേപോലെ OnePlus 60യെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി ഈ ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കാണാൻ സാധിക്കും. ഇത് OnePlusൻ്റെ CEO സ്വന്തമായിട്ട് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ ഒരു ലെറ്ററാണ്. നമ്മൾ എല്ലാ യൂസേഴ്സിനും കിട്ടുന്ന ഒരു ലെറ്ററാണ്. ഓക്കെ, വളരെ നല്ല കാര്യം. ഓക്കെ, ഇനി അടുത്തായിട്ട് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഒരു Type-C USB കേബിൾ കാണാൻ സാധിക്കും. വളരെ നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് അഡാപ്റ്റർ കാണാൻ സാധിക്കും. കാരണം ഇതിന് 3.5 mm ഓഡിയോ ജാക്ക് ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ചാർജറിനെ കുറിച്ച് നോക്കുമ്പോൾ 5 വോൾട്ട് 4 ആംപിയർ ചാർജറാണ്. അതായത് 20 വാട്ട് ചാർജറാണ്, ക്വിക്ക് ചാർജറാണ്, ഡാഷ് ചാർജർ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഡിവൈസിലേക്ക് വരുമ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുള്ള ഫോണാണിത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഡിവൈസിനെ കുറിച്ച് നോക്കുമ്പോൾ മിറർ ബ്ലാക്ക് വേർഷനാണ്. എല്ലാം തെളിഞ്ഞ് കാണുന്നതായിട്ട് കാണാൻ സാധിക്കും. കാണുമ്പോൾ തന്നെ നല്ല പ്രീമിയം ആണ്. അതുപോലെ തന്നെ പിടിക്കുമ്പോഴൊക്കെ നല്ല പ്രീമിയം ഫീല് നമുക്ക് തീർച്ചയായിട്ടും ഈ OnePlus 60 എന്നുള്ള ഫോൺ നൽകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ കൂടെയുള്ള കേസ് നമുക്ക് എത്രത്തോളം ഫിറ്റാണെന്ന് നോക്കാം. ഓക്കെ, വളരെ നല്ല രീതിയിൽ ഫിറ്റാണ്. വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസാണ് എന്ന്, സോഫ്റ്റ് കേസാണ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, വളരെ നല്ല രീതിയിലെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കറക്റ്റ് ഫിറ്റാണ്. ഓക്കെ, നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഡിവൈസിലേക്ക് വരാം. ഓക്കെ, ഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സെൻസറുകൾ കാണാൻ സാധിക്കും. പ്രോക്സിമിറ്റി, അതേപോലെ തന്നെ ലൈറ്റ് സെൻസറൊക്കെ. പിന്നെ നമുക്കൊരു 16 MP f2.0 സോണിയുടെ IMX371 സെൻസറുള്ള ഒരു ക്യാമറ കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ഫുൾ HD പ്ലസ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ കാണാൻ സാധിക്കും, 6.41 ഇഞ്ചുള്ള. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പ്രൈമറി മൈക്ക് കാണാൻ സാധിക്കും, സ്പീക്കറല്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്പീക്കർ കാണാൻ സാധിക്കും. സെൻട്രലായിട്ട് നമുക്ക് ഒരു Type-C പോർട്ടും കാണാൻ സാധിക്കും. പിന്നെ രണ്ട് സൈഡിലായിട്ട് ആൻറ്റിന ബാൻഡ്സ് കാണാൻ സാധിക്കും. ഇത്രത്തോളമാണ് താഴ് ഭാഗത്തുള്ളത്. ഫോണിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ മിറർ ബ്ലാക്ക് ഡിസൈൻ ക്ലിയർ ആയിട്ട് ഇപ്പോൾ മനസ്സിലാവും. പിന്നെ ഡിസൈൻഡ് ബൈ OnePlus എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ OnePlusൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് ഡുവൽ ടോൺ ഫ്ലാഷ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് 16+20 MP ഡുവൽ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ഇതിൽ 16 MP കുറിച്ച് പറയുമ്പോൾ f1.7 അപ്പർച്ചർ വാല്യൂ ഉള്ള സോണിയുടെ IMX519 എന്നുള്ള സെൻസറാണ്. 1.22 മൈക്രോൺ ആണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ളതാണ്. പിന്നെ 20 MP f1.7 സോണിയുടെ IMX376K എന്നുള്ള സെൻസറാണ് വരുന്നത്. ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു സെക്കൻഡറി മൈക്രോഫോൺ കാണാൻ സാധിക്കും.
ഇത് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഡുവൽ സിം പോർട്ട് കാണാൻ സാധിക്കും. നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും കാണാൻ സാധിക്കും. ഓക്കെ, സൈഡ് ഫ്രെയിമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്യുവർ അലൂമിനിയം, നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയമാണ് സൈഡിൽ വരുന്നത്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു അലർട്ട് സ്ലൈഡർ കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വൈബ്രേഷൻ മോഡിലോ അതേപോലെ തന്നെ സൈലൻറ്റ് മോഡിലൊക്കെ ഫോൺ ഓൺ ആക്കാതെ തന്നെ ഈസി ആയിട്ട് ഇടാൻ സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് പവർ ബട്ടൺ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഡിവൈസിനെ കുറിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ. ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 6 ആണ്. ബാക്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ആദ്യം തന്നെ ഓൺ ചെയ്ത് നോക്കാം. ഇതിലെല്ലാം സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നോക്കുമ്പോൾ നമുക്കത് എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ സാധാരണ കൺവെൻഷണൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ അത്രത്തോളം ഫാസ്റ്റ് അല്ല. എന്നിരുന്നാൽ പോലും പുതിയൊരു ടെക്നോളജി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ കുറിച്ച് പറയുമ്പോൾ ഓക്സിജൻ വോയിസ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെയാണ്. നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ മെമ്മറിയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 128 GB വേർഷനാണ്. ഇതിൽ ഏകദേശം 13 GB ഉപയോഗിച്ചിട്ട് ഫ്രീ ഏകദേശം ഒരു 110 GB മുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ്. ഇനി നമുക്ക് സെറ്റിങ്സിൽ നമുക്ക് ഈ എബൌട്ട് ഫോണിൽ പോയാൽ ഫോണിൻ്റെ വേർഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും 6 GB റാം 128 GB ഉള്ള വേർഷനാണ്. ആൻഡ്രോയിഡ് ഓക്സിജൻ വോയിസ് വേർഷൻ നമുക്ക് 9 ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 5 ആണ്. പിന്നെ ഇതിൽ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 845 പ്രൊസസ്സറാണ്. ഏറ്റവും സൂപ്പർ പവർഫുൾ പ്രൊസസ്സർ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിലെ ഗെസ്റ്റേഴ്സ് നമ്മളിപ്പോൾ നാവിഗേഷൻ ബട്ടൺസ് ആണ് ഉപയോഗിച്ച്. ഇനി നമുക്ക് ഗെസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നാവിഗേഷൻ ഗെസ്റ്റേഴ്സ് OnePlusൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഉണ്ട്. സെൻട്രലിൽ നിന്ന് മുകളിലേക്ക് ആക്കിയാൽ നമുക്ക് നേരെ ഹോമിലേക്കും ഏതെങ്കിലും രണ്ട് സൈഡിൽ നിന്ന് താഴ്ന്ന് മുകളിലേക്കാക്കിയ ബാക്ക് ബട്ടണായിട്ടും പ്രവർത്തിക്കും. അതുപോലെ തന്നെ മുകളിലേക്കാക്കിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ആക്കിയാൽ നമുക്ക് മുമ്പുള്ള ആപ്ലിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനും സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓക്സിജൻ US ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്യാമറ കുറച്ച് സാമ്പിൾസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എടുക്കാം. പക്ഷേ ഞാൻ എൻ്റെ ഈ ഡാഷ് ചാർജറിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കറക്റ്റ് ഇപ്പോൾ തന്നെ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന് പുറമെ നമുക്ക് കുറച്ചുകൂടി ക്യാമറ സാമ്പിൾസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ OnePlus 60 എന്നുള്ള ഫോണിൻ്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും ഈ ചാനൽ വഴി പുറത്ത് വിടുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ചാനലിന് ചെറിയ രീതിയിൽ ഒരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.